നിരവധിയായ CPIM നേതാക്കൾക്കെതിരെ ലൈംഗിക ആരോപണവും അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള പരാതികളും വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ വളരെ നൈസായി ഒതുക്കി തീർക്കാനും അതൊക്കെ സെറ്റിൽ ചെയ്യിപ്പിക്കാനും പല രീതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം കളിക്കാനും പല ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. മാധ്യമങ്ങളിൽ തന്നെ അതിന് പക്ഷപാതമുണ്ട്. കൃത്യമായി ഇടത് സ്വഭാവമുള്ള റിപ്പോർട്ടർ ചാനൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കൃത്യമായി തേജോവധം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിലേറ്റവും ഒടുവിൽ 30 സെക്കൻഡ് ദൈർഘ്യമുള്ള ശബ്ദ സന്ദേശം, ടെലിഫോൺ സന്ദേശം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ഊതി വീർപ്പിച്ച് പർവ്വതീകരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ പരിഹസിക്കാൻ വേണ്ടി റിപ്പോർട്ടർ ചാനൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെ ശബ്ദ സന്ദേശത്തിൻ്റെ കാര്യമൊന്നും തള്ളിക്കളയാൻ പറ്റില്ലെങ്കിൽ പോലും അതിങ്ങനെ പർവ്വതീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. യുവതി എന്താണ് പറഞ്ഞത്? ഗർഭചിത്രത്തിന് എല്ലാ രീതിയിലും രാഹുൽ മാങ്കൂട്ടം പ്രേരിപ്പിച്ചു എന്ന് ഒരു പരാതിക്കാരി, അതായത് അവർ ഔദ്യോഗികമായി ഇതുവരെ പരാതി കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തിട്ടില്ല എന്ന് വ്യക്തമാകുമ്പോഴും ഇതിനെതിരെ കൃത്യമായി രാഷ്ട്രീയ കളിയുമായി എത്തിയിരിക്കുകയാണ്. ഇവിടെ എടുത്തു പറയേണ്ടത്, രാഹുൽ മാങ്കൂട്ടത്തിനെ ആരും ന്യായീകരിക്കുകയൊന്നും ചെയ്യുന്നതല്ല. രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. പകരം അബിൻ വർക്കിയോ അതല്ലെങ്കിൽ നിലവിലുള്ള പുതിയ പുതുമുഖങ്ങളായിട്ടുള്ള ജിൻഡോ ജോണിനെ പോലുള്ള ആരെങ്കിലും ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ട്. അത് സംഘടനാപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നടക്കുമായിരിക്കാം. പക്ഷേ പാലക്കാട് MLA സ്ഥാനം രാജിവെപ്പിക്കണം എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? അങ്ങനെയെങ്കിൽ കൊല്ലം MLA സ്ഥാനം മുകേഷ് രാജിവെക്കേണ്ടതല്ലേ? ഇത്തരത്തിലുള്ള വിഷയം വരുമ്പോൾ, പ്രത്യേകിച്ചും മുകേഷിനെതിരെ ലൈംഗികാരോപണവും അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ശാരീരിക ക്ഷമത പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരെ എത്തിയതല്ലേ? ഈ കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് VT ബൽറാം ശക്തമായി മാധ്യമങ്ങളുടെ വായടപ്പിക്കുകയാണ് ചെയ്തത്. രാഹുൽ മാങ്കൂട്ടം കുറ്റാരോപിതനാണെങ്കിൽ, അതല്ലെങ്കിൽ അയാൾക്കെതിരെ തെളിവുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രൊസീഡിങ്സ് നടത്താൻ കഴിയും, സ്വാഭാവികമാണ്. പരാതിക്കാരി വിഷയം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷയം ഗൗരവകരമായി ആ വിഷയം ഏറ്റെടുത്ത് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താൻ കേരളത്തിൽ ഭരിക്കുന്നത് CPIM അല്ലേ? CPIMൻ്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനല്ലേ? അത്തരത്തിലല്ലേ നീങ്ങേണ്ടത്? മാധ്യമങ്ങൾ ഇങ്ങനെ ഊർതി വീർപ്പിച്ചത് കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവി, അതല്ലെങ്കിൽ അതുവഴി കോൺഗ്രസിനെ, VD സതീശനെ മൊത്തത്തിൽ കടന്നാക്രമിക്കാം എന്നുള്ള ഒരു ധാരണയാണ് എങ്കിൽ അത് കേവല മോഹം മാത്രമാണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് കൃത്യമായി കോൺഗ്രസ് നേതാക്കൾ. സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവർ വളരെ വ്യക്തമായി തന്നെ, അസന്നിഗ്ധമായി തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ഇതൊരു ടാർഗറ്റാണ്.